കോൾപ്ലേയുടെ സംഗീത പരിപാടിക്കിടെ ആസ്ട്രോണമർ മുൻ സിഇഒ ആൻഡി ബൈറണും സഹപ്രവർത്തക ക്രിസ്റ്റ്യൻ കാബോട്ടും ലൈവ് ക്യാമറയിൽ കുടുങ്ങിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഇരുവരും പിടിവിട്ട് ഓടിയൊളിക്കുന്ന ദൃശ്യവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. പിന്നാലെ ക്രിസ്റ്റ്യൻ കോബാട്ടുമായി 2 കുട്ടികളുടെ അച്ഛൻ കൂടിയായ ബൈറൺ വിവാഹേതര ബന്ധത്തിലാണെന്ന ആരോപണവും ശക്തമായി. അതിനിടെയാണ് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ബൈറന്റെ പേര് നീക്കിക്കൊണ്ട് ആൻഡി ബൈറന്റെ ഭാര്യ മേഗൻ കെറിഗൻ രംഗത്തെത്തുന്നത്. പിന്നാലെ ബൈറനെ ഡിവോഴ്സ് ചെയ്യുമെന്നും നഷ്ടപരിഹാരം വാങ്ങിക്കുന്നു എന്നുമെല്ലാം ആളുകൾ കമന്റ് ചെയ്തു. ഇതോടെ മേഗൻ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിവാഹബന്ധം വേർപ്പെടുത്തുമെന്ന തീരുമാനത്തിലേക്ക് മെഗൻ കെറിഗൻ എത്തിയാൽ അവർക്ക് ബൈറൺ എത്ര തുക ജീവനാംശം നൽകേണ്ടി വരുമെന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ബൈറന്റെ സ്വത്തിന്റെ പകുതി മേഗൻ അവകാശപ്പെട്ടതെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് ദ ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. 20 മുതൽ 70 ദശലക്ഷം ഡോളറോളമാണ് ബൈറന്റെ സ്വത്ത് കണക്കാക്കിയിരിക്കുന്നത്. ഈ സ്വത്തിന്റെ പകുതി നിയമപരമായി മുന്നോട്ട് പോയാൽ മേഗൻ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 7 വർഷത്തിൽ കൂടുതൽ വിവാഹിതരായ ദമ്പതികൾ ഒരുമിച്ച് നേടിയ ഏത് സ്വത്തും 2ആയി വിഭജിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അതേസമയം ക്രിസ്റ്റ്യൻ കബേർട്ടിന്റെ കാര്യത്തിൽ നിയമപരമായ ഈ കുരുക്കുണ്ടാവില്ല. അവരും ഭർത്താവ് ആൻഡ്രൂ കബേർട്ടും താരതമ്യേന കുറഞ്ഞ കാലം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അതിനാൽ വിവാഹമോചനം ഉണ്ടായാൽ അവർക്ക് സമാനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരില്ലെന്നും ദ ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് ആദ്യ ഭാര്യ മെക്കൻഡി സ്കോട്ടുമായുള്ള വിവാഹമോചനത്തോടനുബന്ധിച്ച് 3560 കോടി ജീവനാംശമായി നൽകിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു.